ഇന്ന് ബ്രൂൺഫെൽസിയ ലാറ്റിഫോളിയ അല്ലെങ്കിൽ എസ്റ്റർഡേ ടുഡേ ടുമാറോ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് കണ്ടോ, ഇത് ഒരു ദിവസം വിരിയുന്ന ആ ദിവസം ഒരു കളർ ബ്ലൂ കളർ ആണെങ്കിൽ അടുത്ത ദിവസം അതൊരു ലൈറ്റ് ബ്ലൂ ആവും, പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് വരും. ഇതിൻ്റെ മണം ശരിക്കും നമുക്കൊരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴത്തേന് ഭയങ്കര അടിപൊളി മണമാണ്. അതിൻ്റെ തന്നെ വൈറ്റ് ആൻഡ് യെല്ലോ ഷെയ്ഡുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഫ്ലവർ ഇല്ല, 1-2 ഫ്ലവർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ നിൽക്കുന്നതാണ് കണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം നല്ല മണമുള്ള ചെടികളാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു പാരിജാതം, നന്ദിയാർ വെട്ടം എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ്, ഇതിനകത്ത് ഫ്ലവർ വന്നിട്ടില്ല, ഭയങ്കര മണമാണ്. പിന്നെ മുരായിൻ്റെ മണം പറയാൻ പറ്റത്തില്ല കേട്ടോ, നല്ല മുല്ലപ്പൂവിൻ്റെ മണമാണ്. ആ മണിയറയിലൊക്കെ കയറുമ്പോഴുള്ളൊരു മണമുണ്ടല്ലോ, ആ ഒരു മണമാണ് ശരിക്കും. നല്ല നിറച്ചും കുരുകുരാന്നുള്ള മൊട്ടും അതിൻ്റെ ലീഫൊക്കെ വളരെ കുഞ്ഞാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ 2 പ്ലാന്റ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴേ ഭയങ്കര മണമാണ്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ഹൗസ്, ഒരു ഗ്ലാസ്സിനകത്ത്, അതായത് ഒരു ടെറേറിയത്തിനകത്തൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുകളിൽ. അപ്പോൾ അത് കുറേ പേർക്കൊക്കെ അറിയാം, അത് കാണുമ്പോൾ. അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു ഇവിടെ ഗേറ്റിൻ്റെ മുകളിലായിട്ട് ഹാങ് ചെയ്തിരുന്ന പോട്ട്സ് ആയിരുന്നു. അപ്പോൾ കുറേ വർഷങ്ങളായപ്പോൾ ഡാമേജായി, ആ ഒരു കളറൊക്കെ ഭംഗി, അത് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പം നമുക്ക് മുകളിൽ പോയിട്ട് അവിടെ കുറച്ച് ജീവനുള്ള വസ്തുക്കളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ മുകളിൽ കയറിയിട്ട് 1 മാസമായിട്ടുണ്ട്. ആ ഗ്ലാസ് ഹൗസിലെ ആ ടെറേറിയത്തിനകത്തെ ആ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് വെള്ളം കൊടുത്തിട്ട് കുറേ നാളായി. ജീവനുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, അപ്പം നോക്കാം. പിന്നെ ജീവനുള്ള കുറേ വസ്തുക്കളുണ്ട്. നിങ്ങൾ തന്നെ നെഗറ്റീവ് കമൻറ്റ് അടിക്കുമെന്ന് അറിയാം, കാരണം നമ്മുടെ വെള്ളം മാറാറായിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ ഇതാ പട്ടിണിയാണെന്ന് തോന്നുന്നു. എന്തായാലും അതിന് ഫുഡ് കൊടുക്കണം. എന്നെ കാണുമ്പോഴേ ഉള്ള അതിൻ്റെ ഒരു ഫുഡിനോടുള്ളൊരു ഇഷ്ടം കണ്ടില്ലേ. അപ്പം ഈ ഫുഡൊക്കെ കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ജീവനുള്ള ഈ ചെടികളൊക്കെ കണ്ടില്ലേ, ശരിക്കും മണ്ണൊക്കെ നല്ല ഡ്രൈ ആയി, നോക്കിയോ ഡ്രൈ ആയി, എങ്കിലും ഇതിനകത്തൊരു ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും ഈ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ സന്യാസിയൊക്കെ ഇവിടെ ഇരുന്ന് സന്യസിച്ച് ഉറങ്ങി വീണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇതൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിന് ഇളകി വീണ് കിടക്കും, എന്നിട്ട് പോലും അതിനൊരു കുഴപ്പമില്ല. നമുക്കതിൽ നിന്ന് എടുക്കാം, അതിനെ കൊണ്ടുപോയി നട്ട് വെക്കണം. ഓക്കെ, ഇതിനകത്ത് കുറച്ച് വെള്ളം എന്തായാലും കൊടുക്കാം. നമുക്ക് ഇങ്ങനെ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കണം, ഒന്ന് ഹെൽത്തി ആക്കണം. പിന്നെ ഞാൻ ഈ പിസ്റ്റീഡിയ കണ്ടോ, ഇത് നമ്മൾ ഗിവ് അവേ ചെയ്തേ. ശരിക്കും ഇതൊക്കെ ഒരു കണ്ട് കൊണ്ടുവന്ന് വെച്ചായിരുന്നു, ക്യാമറമാൻ നനഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഫുള്ളിങ്ങനെ നിറച്ചും പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ്, ഇതിനകത്ത് കുറേ പ്ലാന്റ്സുകളുണ്ട്. ഫാൻസി ഏരിയ ഉണ്ട്. ഇതിലൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഫ്രഷ് ആക്കണം. പിന്നെ നമുക്ക് ഈ